ബീഫ് റോസ്റ്റ് അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ബീഫ് റോസ്റ്റ് തയ്യാറാക്കാനുള്ള ചേരുവകൾ അതെങ്ങനെ തയ്യാറാക്കാം അതൊക്കെ നമുക്ക് വീഡിയോ കണ്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം ബീഫ് ബോയിൽ ചെയ്യാൻ വയ്ക്കാം. ഞാനിവിടെ 1/2 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. ചെറുതാക്കി നുറുക്കി എടുത്തിട്ടുണ്ട്. നമ്മൾക്ക് പിന്നെ വേണ്ടത് ഒരു ചെറിയ സവാള കഷ്ണം, 3-4 വെളുത്തുള്ളി, 1-2 ചെറുള്ളി, ഒരല്പം വേപ്പില, പിന്നെ മുളക് പൊടി, ഗരം മസാല അതല്ലെങ്കിൽ മീറ്റ് മസാല, മഞ്ഞൾപ്പൊടി. ഇതാണ് നമുക്ക് ബീഫ് ബോയിൽ ചെയ്യാനായിട്ടുള്ള ചേരുവകൾ. പിന്നെ കുറച്ച് ഉപ്പും കൂടി വേണം. അപ്പോൾ നമ്മൾക്ക് ആദ്യം ഇഞ്ചി, വെളുത്തുള്ളി, അതേമാതിരി തന്നെ ചെറുള്ളി, ഇത് 3ഉം ചതച്ച് വയ്ക്കാം. സവാള അരിഞ്ഞ് വയ്ക്കാം. പച്ചമുളകും നമ്മൾക്കൊന്ന് നടുകെ മുറിച്ച് വയ്ക്കാം. ഇത് നമ്മൾക്ക് ബീഫിലേക്ക് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുള്ളിയും കൂടി ചതച്ചതിട്ട് കൊടുക്കാം. പിന്നെ വേപ്പിലെടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പകുതി വേപ്പിലയും കൂടി കറിവേപ്പിലയും കൂടി ബീഫിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾക്ക് ഒരു 1/2 സ്പൂണോളം മുളക് പൊടി ചേർക്കാം. ഒരു 1/2 സ്പൂൺ ഗരം മസാല ചേർക്കാം, അതല്ലെങ്കിൽ മീറ്റ് മസാല ചേർക്കാം. പിന്നെ ഒരല്പം മഞ്ഞൾപ്പൊടി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾക്കിത് ബോയിൽ ചെയ്ത് വയ്ക്കാം. ഇത് ബോയിൽ ചെയ്യുമ്പോൾ ഒരു വിസിൽ കേൾക്കുന്നവരെ നമ്മൾ ഫുൾ ഫ്ലെയിമിലിടുക. അതിനുശേഷം ഫ്ലെയിം കുറച്ചിട്ടിട്ട് ഒരു 4-5 വിസിൽ കേൾക്കണം. അതിൻ്റെ പ്രഷർ പോയി കഴിയുമ്പോൾ ഏകദേശം വെന്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മളുടെ കുക്കറിലെ ബീഫ് അളവ് കുറവായതിനാൽ നമ്മൾക്ക് ചിലപ്പോൾ വിസിൽ കുറച്ച് കൂടുതൽ അടിക്കേണ്ടതായിട്ട് വരും. പിന്നെ നമ്മൾക്ക് വേണ്ടത് ഒരു സവാള, തക്കാളി, പച്ചമുളക്, വേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി, മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ. ഇത്രയും നമുക്ക് ഇത് റോസ്റ്റ് ചെയ്യാൻ വേണം. അപ്പോൾ നമ്മൾക്കിതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വയ്ക്കാം. നമുക്കാദ്യം സവാള ഒന്ന് സ്ലൈസ് ചെയ്ത് വയ്ക്കാം. സവാള അരിയുമ്പോൾ പരമാവധി കനം കുറച്ച് അരിയുക. അപ്പോൾ നമ്മളുടെ കുക്കിംഗ് ടൈമും അതുമാതിരി തന്നെ ഗ്യാസും നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ സവാള സ്ലൈസ് ചെയ്യുമ്പോൾ കനം കുറച്ച് സ്ലൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. മുളക് നമ്മൾക്ക് മുറിച്ചിടാം. തക്കാളി നമുക്ക് ഈ കൂട്ടത്തിൽ ചേർക്കേണ്ടതല്ല, നമുക്ക് മാറ്റി വയ്ക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് പൊടിയായിട്ട് അരിഞ്ഞ് ഇതിനകത്തേക്ക് ചേർക്കാം. ഇപ്പോൾ നമ്മുടെ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. വേപ്പില ബാലൻസ് ഉള്ളത് നമ്മൾക്ക് ഇതിനകത്തേക്ക് ഇടാം. ഞാൻ 2 തക്കാളിയാണ് എടുത്തത്, ഒരു വലിയ തക്കാളിയും ചെറിയ തക്കാളിയും. വലിയ തക്കാളി കനം കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ചെറിയ തക്കാളി ഞാൻ ക്യൂബായിട്ട് നമ്മളുടെ ബീഫ് റോസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ക്യൂബായിട്ട് ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ബീഫ് വെന്തോ എന്തൊക്കെ നോക്കാം. പ്രഷറൊക്കെ നന്നായിട്ട് പോയതിന് ശേഷം അടുപ്പ് തുറക്കാവൂ. നമ്മളുടെ ബീഫ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾക്ക് മാറ്റി വയ്ക്കാം. നമ്മൾക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി തിളച്ചതിന് ശേഷം നമ്മളുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില ഇത്രയും ഐറ്റംസ് ആദ്യം ഇട്ട് കൊടുക്കാം. തക്കാളി സമയത്ത് ഇടരുത്. ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു പകുതി ഇത് വഴറ്റി വരുമ്പോൾ, അതായത് പകുതിയോളം ഇതിൻ്റെ സവാള നമുക്ക് വാടി കിട്ടുമ്പോൾ നമ്മുടെ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇതിലേക്കിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതും ഒന്ന് കൂടി നമുക്ക് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കാൻ പ്രത്യേകം ഓർക്കുക. ഇപ്പോൾ നമ്മളുടെ തക്കാളി നന്നായിട്ട് സോട്ടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് നമ്മളുടെ മസാലകൾ ഇട്ട് കൊടുക്കാം. നമുക്ക് തീ ആദ്യം ഇതിൻ്റെ
കുറച്ച് വയ്ക്കുക. ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. എന്നിട്ട് നമ്മൾ മസാലകൾ ഓരോന്ന് ഇട്ട് കൊടുക്കാം. നമ്മൾക്കൊരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 സ്പൂൺ മുളക് പൊടി, ഒരു 1/2 സ്പൂൺ ഗരം മസാല, അതല്ലെങ്കിൽ മീറ്റ് മസാല. ഇതെല്ലാം ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കുക. ഒരുപാട് നേരം നമുക്ക് ഇത് ഇളക്കരുത്. ഒന്ന് എണ്ണ തെളിഞ്ഞ് വന്ന ഉടനെ തന്നെ നമ്മളുടെ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമുക്ക് ബീഫ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കിയിട്ട് നമ്മളുടെ ഫ്ലെയിം ഫുൾ ഫ്ലെയിമിലേക്ക് മാറ്റാം. നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്കിതൊന്ന് നന്നായി തിളച്ച് വരാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മളുടെ ബീഫ് റോസ്റ്റ് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മളുടെ കട്ട് ചെയ്ത് വച്ചിരിക്കുന്ന തക്കാളി ക്യൂബ് അത് നമ്മൾക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മളുടെ ബീഫ് റോസ്റ്റ് കാണാൻ ഒരു ഭംഗിയൊക്കെ വരും. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ ഈ ക്യൂബ് കുറച്ച് മാറ്റി വെച്ചത്. അതും ഇട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾക്ക് തീ ഓഫാക്കാം. തക്കാളി ക്യൂബ് ഇടുന്നത് അങ്ങനെ ഒരുപാട് വാടണമെന്നില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ ചപ്പാത്തി, പൊറോട്ട എന്നിവയുടെ കൂടെയൊക്കെ കഴിക്കാവുന്ന ഒന്നാണ്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.